നമസ്കാരം, എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാനം. Flexi Electronics and Home Appliances. Flexi, life easy. ബംഗാളിൽ കോൺഗ്രസുമായുള്ള സഹകരണത്തിന് CPIM കേന്ദ്ര കമ്മിറ്റിയുടെ പച്ചക്കൊടി. മുന്നണി സഖ്യത്തിന് വിലക്ക്. തൃണമൂലിനെതിരെ ജനാധിപത്യ കക്ഷികളുടെ ഐക്യനിര വേണമെന്ന് സീതാറാം യെച്ചൂരി. പാർട്ടി ആവശ്യപ്പെട്ടാൽ വീണ്ടും മത്സരിക്കുന്നത് ഗൗരവമായി പരിഗണിക്കുമെന്ന് VS. പട്യാല കോടതി ആക്രമണത്തിൽ ആശങ്ക അറിയിച്ച് സുപ്രീം കോടതി. അനാവശ്യ പ്രസ്താവന നടത്തരുതെന്ന് അഭിഭാഷകർക്ക് നിർദ്ദേശം. കനയുടെ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. തെളിവില്ലെങ്കിൽ രാജ്യദ്രോഹ കുറ്റം ഒഴിവാക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം. പോലീസ് നടപടിക്കെതിരെ ദില്ലിയിൽ വൻ പ്രതിഷേധം. രാഷ്ട്രപതിയെ പരാതി അറിയിച്ച് രാഹുലും കെജ്രിവാളും. കൺസ്യൂമർ ഫെഡ് അഴിമതിയിൽ മന്ത്രി CN ബാലകൃഷ്ണനെതിരെ ദ്രുത പരിശോധനയ്ക്ക് വിജിലൻസ് കോടതി ഉത്തരവ്. ജോയ് തോമസിനും റിജി ജി നായർക്കുമെതിരെ അന്വേഷണം. മദ്യനയ കേസിൽ ബാർ ഉടമകളുടെ പുനഃപരിശോധനാ ഹർജി സുപ്രീം കോടതി തള്ളി. പ്രതിപക്ഷ ബഹളം മൂലം 2 ദിവസത്തെ സഭാ നടപടി വെട്ടിച്ചുരുക്കി. ബജറ്റിന്മേലുള്ള ചർച്ചയും ഒഴിവാക്കി. പ്രതിപക്ഷം ഒളിച്ചോടുന്നുവെന്ന് മുഖ്യമന്ത്രി. VP തങ്കച്ചനെതിരെ സോളാർ കമ്മീഷൻ. വിമർശനം UDF കൺവീനർ എന്ന നിലയിലാണെങ്കിൽ പ്രവർത്തനം നിർത്താം. ഷിബു ബേബി ജോണിന്റെ മാപ്പപേക്ഷ സ്വീകരിച്ചു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ മരം ഒടിഞ്ഞു വീണ് പെൺകുട്ടി മരിച്ചു. മരിച്ചത് 1ാം വർഷ വിദ്യാർത്ഥി അനുഷ. അപകടത്തിൽ കാർ തകർന്ന് 5 പേർക്ക് സാരമായ പരിക്ക്. വിശദമായി. പശ്ചിമ ബംഗാളിലെ കോൺഗ്രസുമായുള്ള സഹകരണത്തിന് CPIM കേന്ദ്ര കമ്മിറ്റിയുടെ പച്ചക്കൊടി. തൃണമൂൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്താനും BJP ഒറ്റപ്പെടുത്താനും ജനാധിപത്യ ശക്തികളുടെ സഹകരണം തേടാനും CPIM തീരുമാനിച്ചു. എന്നാൽ കോൺഗ്രസുമായി മുന്നണി സഖ്യത്തിൽ CPM ബംഗാളിൽ ഏർപ്പെടില്ല. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തുന്നതിനും BJPയെ ഒറ്റപ്പെടുത്തുന്നതിനും ജനാധിപത്യ ശക്തികളുടെ സഹകരണം തേടാനാണ് CPM കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. ജനാധിപത്യ ശക്തികളിൽ കോൺഗ്രസ് ഉൾപ്പെടുമോ എന്ന ചോദ്യത്തിന് സീതാറാം യെച്ചൂരിയുടെ മറുപടി ഇതായിരുന്നു. We have said all the democratic forces, that is all those who believe in the democratic values and systems that are enshrined in our republican constitution. ജനാധിപത്യ ശക്തികളുമായുള്ള സഹകരണത്തെക്കുറിച്ച് CPM സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും ആദ്യം ചർച്ച ചെയ്യും. തുടർന്ന് ഇടതുമുന്നണിയും PBയും ഇക്കാര്യം പരിഗണിക്കും. ബംഗാളിലെ കോൺഗ്രസുമായുള്ള ബന്ധം കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ ബാധിക്കില്ലെന്നും സീതാറാം വ്യക്തമാക്കി. കേരളത്തിൽ നിന്നുള്ള CPM നേതാക്കൾ കൂടി പങ്കെടുത്ത കേന്ദ്ര കമ്മിറ്റിയുടേതാണ് തീരുമാനമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ബംഗാളിലെ കോൺഗ്രസ് ബന്ധത്തെക്കുറിച്ച് VS അച്യുതാനന്ദൻ പാർട്ടിക്ക് കുറിപ്പ് നൽകിയ കാര്യവും സീതാറാം യെച്ചൂരി സ്ഥിരീകരിച്ചു. He has given his opinion. He has given his opinion in writing that is being circulated in the Central Committee. കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനം പശ്ചിമ ബംഗാൾ CPM നേതൃത്വത്തിന് ആശ്വാസകരമാണ്. ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം സീതാറാം യെച്ചൂരി നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളിയാണ് പശ്ചിമ ബംഗാളിലെ കോൺഗ്രസ് CPM സഹകരണം. പാർട്ടി കോൺഗ്രസ് പാസാക്കിയ രാഷ്ട്രീയ അടവ് നയം ചൂണ്ടിക്കാട്ടി പ്രാദേശിക തലത്തിൽ പോലും കോൺഗ്രസുമായി സഹകരിക്കുന്നതിന് കാരാട്ടും അദ്ദേഹത്തോടൊപ്പമുള്ളവരും എതിർത്തിരുന്നു. എന്നാൽ ബംഗാളിൽ ജനാധിപത്യ പാർട്ടികളുടെ കൂട്ടായ്മ രൂപീകരിക്കാനുള്ള കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനം കാരാട്ടിന്റെ പരാജയവും സീതാറാം യെച്ചൂരിയുടെ വിജയവുമാണ്. B. ബാലഗോപാൽ, റിപ്പോർട്ടർ, ദില്ലി. BJP നേതാവ് PS ശ്രീധരൻപിള്ള, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനത്തലവട്ടം ആനന്ദൻ, G. ദേവരാജൻ, 4 ബ്ലോക്ക് ദേശീയ സെക്രട്ടറി MI ഷാനവാസ് തുടങ്ങിയവരാണ് വിവിധ സ്റ്റുഡിയോകളിൽ. ആദ്യം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ജനാധിപത്യ ശക്തികൾ എന്നത് സംബന്ധിച്ച് CPMന്റെ നിർവചനം എന്താ? ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ ജനാധിപത്യ ശക്തികളെന്ന് വിളിക്കും. കോൺഗ്രസ് അതിൽ ഉൾപ്പെടുമോ? ജനാധിപത്യ പാർട്ടിയാണെന്ന് കോൺഗ്രസ് അവകാശപ്പെടാറുണ്ടെങ്കിലും പലപ്പോഴും അവർ ജനാധിപത്യ ധ്വംസനമാണ് നടത്താറുള്ളത്. അതുകൊണ്ട് കോൺഗ്രസുമായി സഖ്യം ഉണ്ടാകില്ല. ബംഗാളിൽ കോൺഗ്രസുമായി നീക്കുപോക്കുണ്ടാകില്ല. കോൺഗ്രസുമായിട്ട് ബംഗാളിലോ കേരളത്തിലോ ഇന്ത്യയിൽ ഒരിടത്തും സഖ്യമോ മുന്നണിയോ ഉണ്ടാക്കില്ല. നീക്കുപോക്ക് എന്താണ് നീക്കുപോക്കുണ്ടാകും? നീക്കുപോക്കല്ല. അവിടെ വളരെ ക്ലിയർ ആയി പാർട്ടി ജനറൽ സെക്രട്ടറി പറഞ്ഞല്ലോ,
നീക്കുപോക്കിൻ്റെ അല്ല, അവിടെ ഏകാധിപത്യ വാഴ്ചയ്ക്കെതിരായി ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടി ജനാധിപത്യ പാർട്ടികളെയൊക്കെ സഹകരിപ്പിക്കുന്നത് അവിടുത്തെ ബംഗാളിലെ മുന്നണി, ഇടതുപക്ഷ മുന്നണി ആലോചിക്കുമെന്നാണ് പറഞ്ഞത്. അതിൽ കോൺഗ്രസ് വരുമ്പോൾ കോൺഗ്രസ് ഇക്കാര്യത്തിൽ നടക്കുന്നുണ്ട്. കോൺഗ്രസ് അവിടെ ഒരു വലിയ ശക്തിയല്ല. 2-3 ജില്ലകളിലാണ് കോൺഗ്രസ് ഒത്തിരി ഉള്ളത്. ബാക്കിയുള്ളിടത്തൊന്നും കോൺഗ്രസ് ഇല്ല. 10-40 വർഷക്കാലമായി കോൺഗ്രസ് ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കുകയാണ്. അവരൊരു വലിയ ഫോഴ്സ് ആയിട്ട് ഞങ്ങൾ അവിടെ കാണുന്നില്ല. ബംഗാൾ പാർട്ടികളെല്ലാം കൂടി കോൺഗ്രസുമായി നീക്കുപോക്കുണ്ടാകുമോ? സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകുമോ? അതൊക്കെ അവിടെ ബംഗാൾ ഇതുവരെ ഉണ്ടാക്കുന്നതിന് പാർട്ടി തീരുമാനിച്ചിട്ടില്ല. അവിടുത്തെ ഇടതുപക്ഷ മുന്നണിയാണ് അക്കാര്യം ചർച്ച ചെയ്യേണ്ടത്. കോൺഗ്രസുമായിട്ട് ഒരു തരത്തിലുള്ള സെൻട്രൽ കമ്മിറ്റി കൂടി കഴിഞ്ഞപ്പോൾ വ്യക്തമായ തീരുമാനം ഉണ്ടായിട്ടുണ്ട്. നീക്കുപോക്കുണ്ടാക്കുന്നതിൽ എതിർപ്പില്ല എന്നാണ് ഇന്ന് കേന്ദ്ര കമ്മിറ്റിയുടെ സന്ദേശം. കമ്മ്യൂണിക്കേ വന്നിട്ടുള്ളല്ലോ. സീതാറാം യെച്ചൂരി പറഞ്ഞല്ലോ, വളരെ വ്യക്തമായി പറഞ്ഞല്ലോ, തുറന്നു പറയാനും കഴിയുന്നില്ല. ഇതെന്തൊരു പാർട്ടിയാണ് ശ്രീ ആനത്തലവട്ടമാനന്ദൻ? നിങ്ങൾക്ക് അവരുമായ ഒരു നീക്കുപോക്ക് ആവശ്യമാണെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ സഹായം ഞങ്ങൾക്ക് വേണമെന്ന് തുറന്നു പറയാൻ എന്തിനു മടിക്കുന്നു? ഈ രാജ്യത്തെ മുഴുവൻ ഈ കുട്ടിച്ചോറാക്കിയ കോൺഗ്രസുമായിട്ട് ഒരു മുന്നണിയോ സഖ്യം ഉണ്ടാക്കാൻ സാധിക്കുക? അതേസമയം ഞങ്ങൾ വളരെ ക്ലിയറായി പറഞ്ഞിട്ടുണ്ട്, അത് തെരഞ്ഞെടുപ്പിന് ശേഷവും വേണ്ടിവരും, അത് വിട്ടേക്കുക. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ ചോദ്യം ഇത്രയേ ഉള്ളൂ ശ്രീ ആനത്തലവട്ടമാനന്ദൻ. കേരളത്തിലെ എല്ലാ ജനാധിപത്യത്തിൽ പങ്കുചേർന്നിട്ടുള്ള രാഷ്ട്രീയ അവബോധമുള്ള എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ബംഗാളിൽ CPM കോൺഗ്രസുമായി നീക്കുപോക്കുണ്ടാക്കുമോ? ശ്രീ ആനത്തലവട്ടമാനന്ദൻ, താങ്കൾക്ക് ഇന്ന് CCയുടെ കമ്മ്യൂണിക്കെ കണ്ടിട്ട് എന്താണ് മനസ്സിലായത്? മുന്നണി ബന്ധമുണ്ടാകില്ല, സഖ്യം ചെയ്യില്ല, പക്ഷേ കോൺഗ്രസുമായി നീക്കുപോക്കുണ്ടാകേണ്ടി വരില്ലേ പല സീറ്റുകളിലും? എനിക്ക് മനസ്സിലായത് ബംഗാളിൽ അല്ല, വളരെ ക്ലിയറായി കമ്മ്യൂണിക്കേയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ബംഗാളിലെ കമ്മിറ്റിയും ഇടതുപക്ഷ മുന്നണിയും ആണ് ബംഗാളിലെ തെരഞ്ഞെടുപ്പ് നിലപാടുകളെക്കുറിച്ച് സ്വീകരിക്കുന്നത്. പാർട്ടിയുടെ നിലപാട് കോൺഗ്രസുമായി സഖ്യമോ മുന്നണിയോ ഉണ്ടാക്കാൻ പാടില്ല. ഇതാണ് കമ്മ്യൂണിറ്റി പറഞ്ഞിട്ടുള്ളത്. അതെ, സഖ്യമോ മുന്നണിയോ ഉണ്ടാക്കില്ല, ഉണ്ടാക്കാൻ കഴിയില്ല, വളരെ വേഗത്തിൽ അത് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഈ നീക്കുപോക്ക് ഉണ്ടാക്കി കേവല ഭൂരിപക്ഷം LFന് ഒറ്റയ്ക്ക് നേടാനാകുന്നില്ല എങ്കിൽ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കി മാത്രമേ ഒരു സർക്കാർ രൂപീകരിക്കാൻ അവിടെയുള്ള ഇടതുമുന്നണിക്ക് സാധ്യമാകൂ. അപ്പോൾ ആദ്യഘട്ടത്തിൽ നീക്കുപോക്ക്, അത് കഴിഞ്ഞതിന് ശേഷം ആവശ്യമാണെങ്കിൽ മുന്നണി ഭരണം. ഇതല്ലാതെ മറ്റു പോംവഴിയില്ലല്ലോ നിങ്ങളുടെ മുന്നിൽ ശ്രീ ആനത്തലവട്ടമാനന്ദൻ. ഇല്ല, ഞങ്ങളിപ്പോൾ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഫാസിസ്റ്റ് വാഴ്ചയുടെ ഫലമായി ഞങ്ങളുടെ കുറേ സഹാക്കൾ മരിച്ചിട്ടുണ്ട്. ജനാധിപത്യപരമായ പ്രവർത്തനം അവിടെ അനുവദിക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ 10-200 ആളുകളെ ഇവരുടെ ഭരണം വന്നതിന് ശേഷം കശാപ്പ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിനേക്കാൾ കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് 1600 സഖാക്കളെ അവിടെ കശാപ്പ് ചെയ്ത് ആ കോൺഗ്രസ് ആണ് 40 വർഷമായി തെരുവിൽ കിടക്കുന്നത്. അതുപോലെ ഈ തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജിയുടെ ഭരണം അവർ നടത്തുന്ന ഈ പ്രവൃത്തിയുടെ ഫലമായി അവർ ഈ രാജ്യത്ത് നിന്ന് നിഷ്കാസിതമാകുമെന്നുള്ള ഉറച്ച വിശ്വാസമുള്ള പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അകൽച്ചയിലാണെങ്കിലും CPMഉം കോൺഗ്രസും തമ്മിലുള്ള അന്തർധാര ശക്തമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് ഒന്നും മനസ്സിലാകുന്നില്ല എങ്കിൽ കുറച്ചുകൂടി ലളിതമായി പറയാം, സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും. പലയിടങ്ങളിലും CPMന് സ്ഥാനാർത്ഥികളുണ്ടാകില്ല, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കും. കോൺഗ്രസ്സിന് സ്ഥാനാർത്ഥികളില്ലാത്തയിടങ്ങളിൽ CPMന് സ്ഥാനാർത്ഥികളുണ്ടാകും. ആ നിലയിലുള്ള ഒരു ബന്ധം, കൊടുക്കൽ വാങ്ങൽ ബന്ധം, കല്യാണമില്ല, സംബന്ധമില്ല, പകരം ലിവിങ് ടുഗദർ ആയിരിക്കും. ശ്രീ PS ശ്രീധരൻ, വളരെ ദയനീയമായ ഒരു സ്ഥിതിയിലാണ് CPM എത്തിപ്പെട്ടിട്ടുള്ളത്. ഇപ്പോ ആനന്ദൻ അദ്ദേഹം നന്നായിട്ട് ചർച്ച പങ്കെടുക്കുന്ന ആളാണ്. അദ്ദേഹം നിങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ട് എനിക്ക് നിങ്ങൾക്ക് എല്ലാം മനസ്സിലായില്ലേ? അപ്പോ ഇത് ഞാൻ 57-ലെ AKG അന്ന് പറഞ്ഞ കാര്യം അദ്ദേഹവും അത് പറഞ്ഞു. ആനന്ദൻ പറഞ്ഞു, രാജ്യത്തെ കുട്ടിച്ചോറാക്കുന്ന കോൺഗ്രസ് ആണ് രാജ്യത്തെ കുട്ടിച്ചോറാക്കുന്നത്, പക്ഷെ അവരുടെ കൂടെ ഞങ്ങൾ കൂടും, ഇതല്ലേ? എന്നിട്ട് അത് ജനങ്ങളെ പേടിച്ചിട്ട് മെല്ലനെ പറഞ്ഞില്ല എന്നുള്ള നിലയിൽ കൊണ്ടുവെക്കുക.
ഈ ഗതികേട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്തുകൊണ്ടുണ്ടായി എന്ന് ആ പാർട്ടിയോട് ബന്ധപ്പെട്ടവർ ചിന്തിക്കട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, BJPയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആരുമായും കൂടിയ ഞങ്ങളുടെ നിലപാടതാ. ശ്രീ പി എസ് ശ്രീധരൻപിള്ള, പക്ഷേ CPM ഇവിടെ പ്രസക്തമായ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ബംഗാളിൽ ജനാധിപത്യം ഇല്ലാതായിരിക്കുന്നു, ജനാധിപത്യ പുനഃസ്ഥാപനമാണ് ലക്ഷ്യം. BJP അവിടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനും നോക്കുന്നു. BJPയെ ഐസൊലേറ്റ് ചെയ്യുക, ഒറ്റപ്പെടുത്തുക എന്നതും മറ്റൊരു ലക്ഷ്യമാണ്. അതിനുവേണ്ടി ജനാധിപത്യ കക്ഷികളുമായി സഹകരിച്ചു പോവുക. എന്നാൽ നവ ഉദാരവൽക്കരണ നയം, അഴിമതിയുടെ പര്യായമായ കോൺഗ്രസുമായി മുന്നണി ബന്ധം സാധിക്കില്ല, സഖ്യമുണ്ടാക്കാൻ സാധിക്കില്ല. ജനാധിപത്യ കക്ഷി എന്നുള്ള നിലയിൽ ഒരുപക്ഷെ സഹകരണമാകാം. അതും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും ഇടതുമുന്നണി ആകെ തന്നെയുമാണ് തീരുമാനമെടുക്കുക. ഈ സാഹചര്യത്തിൽ, ബംഗാളിലെ പ്രത്യേക സാഹചര്യത്തിൽ CPM-നും ഇടതുമുന്നണിക്കും അത്തരമൊരു സമീപനം മാത്രമേ സ്വീകരിക്കാനാകൂ. ആദ്യം ജനാധിപത്യം പുനഃസ്ഥാപിച്ചിട്ട് വേണമല്ലോ ബാക്കി നവ ഉദാരവൽക്കരണം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ. അതെ, രാജ്യത്തെ കുട്ടിച്ചാറാക്കിയെന്ന് ഇപ്പം ആനന്ദലോട്ടം പറഞ്ഞല്ലോ. അങ്ങനെ പറഞ്ഞ ഒരു പാർട്ടിയുമായിട്ട് കൂട്ടുചേർന്നുകൊണ്ട് നിങ്ങൾ ആരെയാ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഇപ്പൊ BJPയെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച് എവിടെ എത്തി? ഞാൻ പറയും, ഈ നേതാക്കന്മാരെ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന നേതാക്കന്മാരുള്ള ഒരു പാർട്ടിയാണ് ഇപ്പൊ CPM. ബംഗാളിൽ 3 പതിറ്റാണ്ട് കാലം ഭരിച്ചില്ലേ? അത്രയും കാലം അവസാനത്തെ നിമിഷം വരെ പറഞ്ഞെന്താ? കേരളത്തിൽ വരെ പറഞ്ഞെന്താ? ശക്തമായ ബംഗാൾ. ആ ബംഗാൾ തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു. ആരാണ് ഉത്തരവാദി? ആത്മപരിശോധന നടത്തുകയല്ലേ വേണ്ടത്? ഓരോ സംസ്ഥാനങ്ങളും എടുക്ക്. ബീഹാറിലെ പ്രധാന പ്രതിപക്ഷം ആരായിരുന്നു? ആ പ്രധാന പ്രതിപക്ഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നു. അന്ധമായ BJP വിരോധം തലയിലേറ്റിയിട്ട് ഒരു സീറ്റിൽ പോലും ജയിക്കാത്ത അവസ്ഥയിലെത്തി. കേരളത്തിലും ഇപ്പം BJPക്കാരെ തോൽപ്പിക്കാനായിട്ട് ഞങ്ങൾ 2 കൂട്ടരും കൂടുമെന്ന് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും പറഞ്ഞിട്ടില്ലേ? ഞങ്ങൾക്ക് ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ അവിടെ ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ട സ്ട്രാറ്റജി ഉണ്ടാക്കുന്നത് അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അത് പരിശോധിക്കുമെന്ന് കോൺഗ്രസ് പറഞ്ഞിട്ട് തന്നെയുണ്ട്. തുടരുക. ഞാൻ മടങ്ങിയെത്താം അതിന്റെ വിശദാംശങ്ങളിലേക്ക്. ശ്രീ ആനന്ദവട്ടം ആനന്ദൻ, കോൺഗ്രസിനെ ജനാധിപത്യ കക്ഷിയായി അംഗീകരിക്കുന്നുണ്ടോ എന്നതാണ് സീതാറാം യെച്ചൂരിയോടുള്ള ഒരു ചോദ്യം. റിപ്പബ്ലിക് കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കുന്ന ജനാധിപത്യ വാല്യൂസിൽ, ജനാധിപത്യ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന എല്ലാ പാർട്ടികളെയും അങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, വിശാഖപട്ടണം അടവ് നയമായിക്കൊള്ളട്ടെ, കൊൽക്കത്ത പ്ലീനമായിക്കൊള്ളട്ടെ, കോൺഗ്രസിനെ തുറന്നെതിർക്കുക എന്നുള്ളത് നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. ശരിയാണ്, BJPയെ ഇല്ലായ്മ ചെയ്യണം, ഒറ്റപ്പെടുത്തണം എന്നുള്ളത് 2014 മുതൽ CPM അംഗീകരിച്ച എല്ലാ പ്രമേയങ്ങളിലും ഉണ്ട്. എങ്കിൽ തന്നെയും അതിനുവേണ്ടി കോൺഗ്രസ് എന്ന ജനാധിപത്യ കക്ഷിയുമായി ഏതെങ്കിലും തരത്തിലുള്ള നീക്കുപോക്കുണ്ടാക്കുന്നതിനെക്കുറിച്ച് ഒരു ഡോക്യുമെൻറ്റിലും പറഞ്ഞിട്ടില്ല. പാർട്ടി കോൺഗ്രസിൽ പറയാത്ത, പ്ലീനത്തിൽ പറയാത്ത നയരൂപീകരണമാണ് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി നടത്തിയിരിക്കുന്നത്. അത്യാവശ്യ ഘട്ടത്തിൽ 2 പാർട്ടി കോൺഗ്രസുകൾക്കിടയിൽ ഇപ്പോഴാണെങ്കിൽ ഒരു പ്ലീനത്തിനും അടുത്ത പാർട്ടി കോൺഗ്രസിനും ഇടയിലുള്ള പ്രത്യേക സാഹചര്യം വിലയിരുത്തി വേണമെങ്കിൽ കേന്ദ്ര കമ്മിറ്റിക്ക് മാറ്റങ്ങൾ വരുത്താം. അത്തരത്തിലുള്ള സവിശേഷ സാഹചര്യം ബംഗാളിൽ ഉണ്ട് എന്നും പാർട്ടി പറയുന്നുണ്ട്. അങ്ങനെ ബംഗാളിലെ ആ പ്രത്യേക സവിശേഷ സാഹചര്യം വിലയിരുത്തി ജനാധിപത്യ കക്ഷിയായി കോൺഗ്രസിനെ അംഗീകരിക്കേണ്ടതുണ്ട്. വർഗീയ കക്ഷിയായ BJPയെ എതിർക്കുന്നതിന് വേണ്ടി, ഫാഷിസ്റ്റ് കക്ഷിയായ BJPയെ എതിർക്കുന്നതിന് വേണ്ടി എന്ന് കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ് എന്നല്ലേ ഞങ്ങളെപ്പോലുള്ളവർ മനസ്സിലാക്കേണ്ടത്? കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനം വളരെ വ്യക്തമാണ്. കോൺഗ്രസിനെ തോൽപ്പിക്കാൻ BJPയുമായി കൂട്ടുകൂടലോ, BJPയെ തോൽപ്പിക്കാൻ കോൺഗ്രസുമായി കൂട്ടുകൂടലോ പാർട്ടി അംഗീകരിച്ച നയമല്ല, അത് ചെയ്യില്ല. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ഏതാണ്ട് BJPയുടെ മോഡലിലൊരു ഭരണം അവിടെ നടക്കുന്നുണ്ട്. ജനാധിപത്യ പുനഃസ്ഥാപനത്തിന് വേണ്ടിയിട്ട് ജനാധിപത്യ പാർട്ടികളൊക്കെ സഹകരിക്കണം എന്ന അഭ്യർത്ഥന പറഞ്ഞിട്ടുണ്ട്. ആ സഹകരിക്കണമെന്ന് അഭ്യർത്ഥന പറഞ്ഞാൽ ഞാൻ സൂചിപ്പിക്കുണ്ടായി, കോൺഗ്രസ് ഇപ്പോൾ ബംഗാളിൽ ഒരു വലിയ കക്ഷിയല്ല. 3 ജില്ലകളിലങ്ങോട്ടാണ് കോൺഗ്രസ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. 10-40 വർഷക്കാലമായി അവർ ഭരണത്തിനുമില്ലാത്ത സ്ഥിതിയാണ്. അവിടെയുള്ള മറ്റു ജനാധിപത്യ പാർട്ടി, ഇടതുപക്ഷ പാർട്ടികളുടെ ഒരു മുന്നണി, ശക്തമായ മുന്നണിയുണ്ട്. ആ മുന്നണി ആലോചിക്കും ബാക്കിയുള്ള ജനാധിപത്യ പാർട്ടികൾ ഏതൊക്കെ ഉണ്ടോ അവരുമായി ഇതിനകത്ത് സഹകരണം തേടണമോ, അതല്ല ആ മുന്നണി ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കണമെന്നൊക്കെ അവരവിടെ കമ്മ്യൂണിക്കേയുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ടല്ല സംസാരിക്കുന്നത്. താങ്കൾ സംസാരിക്കുന്നത് കേരളത്തിൻ്റെ ആംഗിളിൽ, കേരളത്തിലെ ഒരു നേതാവ് എന്നുള്ള നിലയിൽ മാത്രമാണ്. നിങ്ങളുടെ പാർട്ടിയുടെ ഏറ്റവും ഉന്നത ബോഡിയായ CCയുടെ കമ്മ്യൂണിക്കേയിൽ പറയുന്നത്
പിന്നീട് ജനറൽ സെക്രട്ടറി ശ്രീ സീതാറാം യെച്ചൂരി പറഞ്ഞത് ഇതെല്ലാം തന്നെയും കോൺഗ്രസിനെ ഒരു ജനാധിപത്യ കക്ഷിയായി അംഗീകരിച്ചുകൊണ്ടാണ്. അത് നേരത്തെയുള്ള നിലപാടിൽ നിന്ന് മാറ്റമല്ലേ? ചോദ്യം കോൺഗ്രസിനെ ജനാധിപത്യ കക്ഷിയായി അംഗീകരിക്കുന്നുണ്ടോ എന്നാണ്. അതിനുള്ള ഉത്തരം ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങൾ അംഗീകരിക്കുന്ന റിപ്പബ്ലിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കമ്മിറ്റഡായ എല്ലാ പാർട്ടികളെയും ഞങ്ങൾ ജനാധിപത്യ പാർട്ടിയായി കാണുന്നു എന്നാണ്. ഇതാണ് ശ്രീ പി എസ് ശ്രീധരൻപിള്ള ചോദിക്കുന്നത്. ഇത്രയും കാലം നിങ്ങൾ അഴിമതിയുടെ കൂടാരം എന്ന് പറഞ്ഞ കോൺഗ്രസിനെ, ഇത്രയും കാലം നിങ്ങൾ കൊള്ളരുതായ്മയുടെ കൂടാരം എന്ന് പറഞ്ഞ കോൺഗ്രസിനെ ഇപ്പോൾ കൂട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതിനുവേണ്ടി ആ പാർട്ടിയെ ബൂർഷ്വാ പാർട്ടിയായി, നവോദാരവൽക്കരണത്തിൻ്റെ പാർട്ടിയായി, എപ്പോഴും ചേരിപ്പോരുണ്ടാക്കുന്ന പാർട്ടിയായി കണ്ടിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ നിങ്ങൾക്ക് കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാകുന്നു. അതാണ് ഞാൻ ചോദിച്ചത്. കൊൽക്കത്ത പ്ലീനത്തിനും അടുത്ത പാർട്ടി കോൺഗ്രസിനും ഇടയിൽ ചേർന്ന കേന്ദ്ര കമ്മിറ്റി യോഗം നിങ്ങളുടെ പഴയ അടവു നയത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നു, കോൺഗ്രസിനെ കുറിച്ചുള്ള നിലപാടിൽ മാറ്റം വരുത്തിയിരിക്കുന്നു. എല്ലാം നികേഷ്, ഞാൻ ക്ലിയറായി പറഞ്ഞല്ലേ, കോൺഗ്രസ് ഇപ്പോഴും അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന പാർട്ടി തന്നെയാണ്, നവലിബറൽ നയങ്ങൾ നടത്തുന്ന പാർട്ടി തന്നെയാണ്, ഈ രാജ്യത്തെ ഈ കടുതിയിൽ കൊണ്ടെത്തിച്ചതിൽ വലിയ പങ്ക് വഹിച്ച പാർട്ടി തന്നെയാണ്. അവരുമായി ഒരു കൂട്ടുകെട്ടും ഐക്യമുന്നണിയും CPM-നില്ല. BJP-യെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവർക്ക് മറ്റൊരു യോഗ്യതയാണുള്ളത്. രാജ്യത്തെ ജനങ്ങളെ ജാതിയുടെ മതത്തിന്റെ പേരിൽ തമ്മിലടുപ്പിച്ച് വർഗീയ ഫാസിസ്റ്റ് ഭരണ നയങ്ങൾ ജനാധിപത്യം കശാപ്പ് ചെയ്യുന്ന ഒരു ഭരണനയം സ്വീകരിക്കുന്ന ഏതിനെയാണ് ഞങ്ങൾ കൂട്ടുപിടിക്കുക? അതുകൊണ്ട് ഇവിടെ ഇരുന്നു കൊണ്ട് താങ്കൾക്ക് പറയാനാകുന്നു കോൺഗ്രസ് അഴിമതി പാർട്ടിയാണെന്ന്. പക്ഷേ CC തീരുമാനിച്ചിരിക്കുന്നത് കോൺഗ്രസ് അടക്കമുള്ള കക്ഷികളുമായി നീക്കുപോക്കാകാമെന്നാണ്. ഞാനും ശ്രീയാനത്തലവട്ടം ആനന്ദനും ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ CPM-ൻ്റെ സംസ്ഥാന ഘടകം LF എന്ന മുന്നണി പശ്ചിമ ബംഗാളിൽ നീക്കുപോക്കുണ്ടാക്കുകയാണ് എങ്കിൽ ഈ കോൺഗ്രസ് പാർട്ടിയുമായിട്ടാണോ നിങ്ങൾ നീക്കുപോക്കുണ്ടാക്കുന്നത്, ഈ അഴിമതി പാർട്ടിയുമായിട്ടാണോ നിങ്ങൾ നീക്കുപോക്കുണ്ടാക്കുന്നത് എന്ന ചോദ്യം ഞാൻ ശ്രീ ആനത്തലവട്ടം ആനന്ദനോട് ചോദിക്കും. അപ്പോൾ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ താങ്കളുടെ മറുപടി എന്തായിരിക്കും? മറുപടി പറഞ്ഞോളാം. നീക്കുപോക്ക് ഉണ്ടാക്കുമ്പോൾ ഞാൻ അന്നേരത്തെ ചോദ്യത്തിന് ഞാൻ നല്ല തൃപ്തിപരമായ മറുപടി പറഞ്ഞോളാം. ഇപ്പോഴെടുത്തിരിക്കുന്ന നിലപാട്, CC എടുത്തിരിക്കുന്ന നിലപാട് അവരുമായിട്ടൊരു മുന്നണിയോ കൂട്ടുകെട്ടോ ഐക്യമോ ഉണ്ടാക്കില്ലെന്നതാണ്. ജനാധിപത്യ കൂട്ടുകെട്ടുണ്ടാക്കണം. അതാണ് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്. ജനാധിപത്യ പുനഃസ്ഥാപനത്തിന് വേണ്ടി അവിടുത്തെ മുന്നണി ഇടതുപക്ഷ മുന്നണി അവിടുത്തെ ഇടതുപക്ഷ മുന്നണി അവിടുത്തെ പാർട്ടി ആലോചിച്ച് തീരുമാനിക്കുന്നതല്ലാതെ ഈ കൊള്ളരുതാത്ത അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന കോൺഗ്രസുമായിട്ടോ വർഗീയ ഫാസിസ്റ്റ് സമീപനം സ്വീകരിക്കുന്ന BJP-യുമായിട്ടോ മുന്നണി ഉണ്ടാവില്ല. ബംഗാളിലില്ല എന്ന് പറയണം. ശ്രീ ആനത്തലവട്ട ആനന്ദൻ, ദയവായി തുടരുക. എന്നോടൊപ്പം ഇപ്പോൾ 4 ബ്ലോക്ക് ദേശീയ ജനറൽ സെക്രട്ടറി ജി ദേവരാജനുണ്ട്. ശ്രീ ജി ദേവരാജൻ, ഈ ചർച്ചയിൽ ഒരുപക്ഷെ ബംഗാളിൻ്റെ സാന്നിധ്യം അറിയുന്ന ഒരാൾ താങ്കളാണ്. ഇന്നിപ്പോൾ CPM തീരുമാനിച്ചിരിക്കുന്നത് ഇടതുമുന്നണിയുമായി ചർച്ച ചെയ്ത് CPM ഇടതുമുന്നണിയിൽ കോൺഗ്രസുമായുള്ള നീക്കുപോക്ക് സംബന്ധിച്ച് വ്യക്തത വരുത്തും എന്നാണ്. ഇടതുമുന്നണിയിൽ വലിയ എതിർപ്പൊന്നും ഉണ്ടാകാനിടയില്ല കോൺഗ്രസുമായുള്ള നീക്കുപോക്കിനെ സംബന്ധിച്ച്. അല്ല, ഇന്നിപ്പോൾ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി എടുത്തിരിക്കുന്ന നിലപാട് നികേഷ് പറഞ്ഞത് തന്നെയാണ്. അതായത് മുന്നണിയോ അല്ലെങ്കിൽ സഖ്യമോ ഉണ്ടാവില്ല, പകരം പ്രാദേശികമായ നീക്കുപോക്കുകളാകാം. അതിന്റെ പശ്ചാത്തലം നമ്മൾ ഇന്നലെയും ചർച്ച ചെയ്ത അവിടെ തന്നെയാണ് ഉള്ളത്. കാരണം ഞാൻ തുടക്കത്തിൽ ഇന്നലെ ചർച്ചയിലും പറഞ്ഞൊരു കാര്യമുണ്ട്. പശ്ചിമ ബംഗാളിലെ ഇടതുമുന്നണി ഈ വിഷയം ഇതുവരെ ഔദ്യോഗികമായി ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടില്ല. സ്വാഭാവികമായിട്ടും മുന്നണിക്ക് നേതൃത്വം നൽകുന്ന പാർട്ടി എന്ന നിലയിൽ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി എടുത്തിരിക്കുന്ന ഈ നിലപാട് വരും ദിവസങ്ങളിൽ ഇടതുപക്ഷ മുന്നണി അവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കും. അവിടെ ഒരു 1 പോയിന്റ് അജണ്ട ഇടതുമുന്നണി അവിടെ മുമ്പോട്ട് വയ്ക്കാനാണ് സാധ്യത. അവിടെ പാർട്ടികൾക്കുള്ളിൽ നടന്ന ചർച്ചകളിൽ നിന്നുള്ള വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ആ 1 പോയിന്റ് അജണ്ട എന്ന് പറയുന്നത് മമതാ ബാനർജിയെ പുറത്താക്കുക, അത് പശ്ചിമ ബംഗാളിന്റെ ഒരു വികാരമാക്കി വളർത്തിക്കൊണ്ട് വരേണ്ടതായിട്ടുണ്ട്.
കാരണം അതിൻ്റെ കാരണങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. നിങ്ങൾ പല പ്രാവശ്യം ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അത് ക്രമസമാധാന വിഷയമായിരുന്നാലും ശരി, സ്ത്രീകൾക്ക് നേരെയുള്ള കടന്നാക്രമണമായിരുന്നാലും ശരി, പ്രതിപക്ഷ പാർട്ടികളോടുള്ള ഗവൺമെന്റിന് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെയും സമീപനത്തിന്റെ കാര്യത്തിലായാലും ശരി, ഒരു കാട്ടുഭരണം നിലനിർത്തുന്ന ഒരു ഗവൺമെന്റിനെയും അതിന്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന ആളെയും അധികാരത്തിൽ നിന്നും മാറ്റുക എന്നുള്ള ഒറ്റ അജണ്ടയുടെ കാര്യത്തിൽ ഒരു സമവായത്തിലെത്താൻ ഇടതുമുന്നണിക്ക് പശ്ചിമബംഗാളിൽ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മമതയെ പുറത്താക്കുക എന്ന 1 പോയിന്റ് അജണ്ടയാണ് ഇടതുമുന്നണിയുടെ മുന്നിലുള്ളത്. 2 കോൺഗ്രസുമായി നീക്കുപോക്ക് ആകാം എന്ന നിലയിലാണ് വികാരം. CPM കേന്ദ്ര കമ്മിറ്റിയും ആ സന്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതായത് മുമ്പ് മമതാ ബാനർജി ഉണ്ടാക്കിയതുപോലെ ഇടതുമുന്നണിയെ മറുപക്ഷത്ത് നിർത്തി എല്ലാ മതേതര കക്ഷികളെയും ഒപ്പം കൂട്ടുക. സമാനമായ വിധത്തിൽ തന്നെയായിരിക്കും ഇത്തവണ തൃണമൂൽ കോൺഗ്രസിനെയും BJPയെയും അപ്പുറത്ത് നിർത്തി സാധിക്കാവുന്ന എല്ലാ ശക്തികളുമായും സീറ്റ് വിഭജനം നടത്തുക, എന്നിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക. അങ്ങനെ വന്നാൽ മമതാ ബാനർജിക്ക് 34 വർഷത്തെ ഇടതുമുന്നണിയുടെ ദുർഭരണം മുന്നിലുണ്ടായിരുന്നു, ചൂണ്ടിക്കാണിക്കാനുണ്ടായിരുന്നു. വലിയ വിജയം മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിനുണ്ടായി. മറ്റ് കക്ഷികളുടെ നിലയൊന്നും നോക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. മമതാ ബാനർജിക്ക് ഒറ്റയ്ക്ക് അധികാരത്തിലേക്ക് വരാൻ കഴിഞ്ഞു. സമാനമായ അന്തരീക്ഷം CPMൻ്റെയും LFൻ്റെയും മുന്നിലില്ല. LF പ്ലസ് അതേഴ്സ് എന്ന നിലയിലാണ് ഭൂരിപക്ഷം കിട്ടുന്നത് എങ്കിൽ കോൺഗ്രസുമായി ചേർന്നുള്ള ഒരു മുന്നണി ഭരണത്തിനു പോലും സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണോ നികേഷ്? ശ്രീ ദേവരാജ്, ഒരു കൂട്ടുകക്ഷി ഭരണം എന്നുള്ളതൊക്കെ അപ്രായോഗികമായ കാര്യമാണ്. മറിച്ച് ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ചൂണ്ടിക്കാണിച്ച ഒരു വികാരമുണ്ട്. നികേഷ് തന്നെ പറഞ്ഞൊരു കാര്യം, അതായത് പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാ വിഭാഗവും മമതയെ അധികാരത്തിലേറുവാൻ സഹായിച്ച ശക്തികൾ, കോൺഗ്രസ് ഉൾപ്പെടെ, കോൺഗ്രസും അതുപോലെ തന്നെ തീവ്ര ഇടതുപക്ഷ വിഭാഗവും ന്യൂനപക്ഷങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകൾ, പശ്ചിമ ബംഗാളിലെ എഴുത്തുകാർ, ബുദ്ധിജീവികൾ, സാഹിത്യകാരന്മാർ, കലാകാരന്മാർ, അങ്ങനെയുള്ളൊരു വലിയ മധ്യവർത്തി സമൂഹം, ഇവരൊക്കെ തന്നെ ഇടതുമുന്നണിക്കെതിരായി മമതയെ അധികാരത്തിലേറാൻ സഹായിച്ച ശക്തികളാണ്. ആ ശക്തികളൊക്കെ കഴിഞ്ഞ 2-3 വർഷക്കാലമായി മമതയിൽ നിന്ന് അകന്നു നിൽക്കുകയാണ്. ഇവരൊക്കെ തന്നെ പ്രാദേശിക കൂട്ടായ്മയുണ്ടാക്കി തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുകയും ചെയ്തിട്ടുണ്ട്, പല ശക്തികളെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പോലും പല സ്ഥലങ്ങളിലും ഭരിക്കുന്ന പാർട്ടിക്ക് അവരുടെ അധികാരം നിലനിർത്തുവാൻ കഴിഞ്ഞിട്ടുള്ളത്, അഥവാ ചില സ്ഥലങ്ങളിൽ ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒപ്പം അധികാരത്തിന്റെ മുഴുവൻ ശക്തികളെയും ദുരുപയോഗം ചെയ്തുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കാനും അവർ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, നികേഷ് ഇവിടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പശ്ചിമ ബംഗാളിന്റെ ഹൃദയത്തുടിപ്പുകൾ അറിയാവുന്ന തരത്തിൽ ഇടപെടുന്ന ഒരാൾ എന്ന നിലയിൽ അവിടെ സാൾട്ട് ലേക്ക് എന്ന് പറയുന്ന ഒരു മുനിസിപ്പാലിറ്റിയിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇടതുപക്ഷ പാർട്ടികൾക്ക് അവരുടെ ഏജന്റന്മാരെ പോലും ഇരുത്താൻ തൃണമൂൽ കോൺഗ്രസ് സമ്മതിച്ചിരുന്നില്ല. അത്രത്തോളം ആളുകൾ അവിടുന്ന് അടിച്ചോടിച്ചതിന് ശേഷമാണ് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ ചർച്ചയുടെ തുടക്കത്തിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ നോക്കിയെങ്കിൽ പോലും 4 ബ്ലോക്കിന്റെ ദേശീയ സെക്രട്ടറി പശ്ചിമ ബംഗാൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന, ഇപ്പോൾ കൂടുതലായും പശ്ചിമ ബംഗാൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ശ്രീ ജി ദേവരാജൻ പറയുന്നു, നീക്കുപോക്ക് എന്ന സന്ദേശം തന്നെയാണ് CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി നൽകിയിരിക്കുന്നത്. 1 പോയിന്റ് അജണ്ടയേ ഉള്ളൂ, മമതയെ പുറത്താക്കുക എന്നുള്ളത്. ഇന്നിപ്പോൾ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞത് തൃണമൂൽ കോൺഗ്രസും BJPയും അവിടെ സഖ്യത്തിലാണ്. അതിന് ചില ഉദാഹരണങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. പരമാവധി വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ BJPയുടെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിട്ടുണ്ട് എന്ന്. അതിനുവേണ്ടി നിങ്ങൾ മുസ്ലിം വർഗീയത ആളിക്കത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം പോലും തന്ത്രപരമായി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതും കോൺഗ്രസ് CPMൻ്റെ ആക്ഷേപങ്ങളിലൊന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതൊരു ത്രികോണ മത്സരമായിട്ടാണ് പോകാൻ പോകുന്നത്. ഒന്ന് തൃണമൂൽ കോൺഗ്രസ്, 2 BJP ഒറ്റക്കാണ് മത്സരിക്കുക എങ്കിൽ പോലും തൃണമൂൽ കോൺഗ്രസിനെ സഹായിക്കുന്ന രീതിയിലുള്ള മറുപക്ഷത്ത് മറ്റൊരു നിലപാട്, 3 കോൺഗ്രസും CPMും അല്ലെങ്കിൽ കോൺഗ്രസും ലെഫ്റ്റും അടങ്ങുന്ന മറ്റൊരു. അങ്ങനെ ഒരു വലിയ മത്സരം ഉണ്ടാവുകയാണ് എങ്കിൽ നമുക്ക് പ്രവചിക്കാനാകില്ല. ഒരുപക്ഷെ LF വീണ്ടും അധികാരത്തിൽ വരാനുള്ള സാധ്യത പോലുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത് വലിയൊരു തിരിച്ചുവരവായിരിക്കും ഇടതുപക്ഷത്തിൻ്റെ.
ഇതുവരെയുള്ള അനുഭവം എന്താ നികേഷ്? ഇപ്പോൾ അവർ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ ചർച്ചയിൽ തന്നെ പങ്കെടുത്തത് നികേഷും അറിയാമല്ലോ, കുറഞ്ഞ ഒരു 10-12 കൊല്ലമായിട്ട് നമ്മൾ പരിശോധിച്ചാൽ, ഒന്ന് ചില ശക്തികളുടെ, ഇപ്പോൾ അവിടെ പറഞ്ഞല്ലോ BJPയുടെയും അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിനെയും തടയിടുക എന്നുള്ളതാണ് ഒരു കാര്യം അവർ പറഞ്ഞത്. 2, ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തുക. ഇത് രണ്ടുമാണല്ലോ ഇപ്പം എൻ്റെ ഈ 2 സുഹൃത്തുക്കളിൽ നിന്നും വന്നിട്ടുള്ള അഭിപ്രായങ്ങൾ. ഞാൻ ഈ ശ്രമത്തിന് വേണ്ടിയിട്ട് എന്നെങ്കിലും ഈ ശ്രമത്തിൽ BJPക്ക് തടയിടാൻ, ബദലുണ്ടാക്കാൻ ഈ 2 ശ്രമങ്ങൾക്ക് വേണ്ടി നടത്തിയിട്ട് അതിലെന്നെങ്കിലും ഇടതുപക്ഷം ഇന്ത്യയിൽ വിജയിച്ചോ? ഞാൻ അധികം സമയം എടുക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ പറയാം. 69 ഇന്ദിരാഗാന്ധിയുടെ ബഡ്ജറ്റിനെ പിന്താങ്ങിയ അന്ന് തുടങ്ങിയില്ലേ കൗണ്ട് ഡൗൺ? അടിയന്തരാവസ്ഥയുടെ 71 ഇതിൽ CPIക്കാർ തുടങ്ങി, 22 MP മാരുണ്ടായിരുന്നാണ് 71. ഇന്നിപ്പം 1% വോട്ടില്ല, 1-ലെത്തിയത് എന്തുകൊണ്ടാണ്? CPMനോട് ഞാൻ ചോദിക്കട്ടെ, 2004 ശരിയാണ് BJPക്ക് തടയിടാൻ, വാജ്പേയിക്ക് തടയിടാൻ നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടില്ലേ? അന്നത്തെ പ്രമേയം ആനത്തലവട്ട ഒന്നുകൂടെ ഓർത്തോട്ട് എന്താ പറഞ്ഞത്? ഇന്ദ്രപ്രസ്ഥത്തിലെ അധികാരം നിയന്ത്രിക്കുന്ന മഹാശക്തിയായി ഞങ്ങൾ മാറി, 42 MP മാരുണ്ട്. ആ തടയിടാൻ പോയിട്ട് BJP ദുർബലപ്പെട്ടോ BJP ശക്തിപ്പെട്ടോ? 2, കോൺഗ്രസിൻ്റെ കൂടെ നിങ്ങൾ കൂടി, ആ 42-ൽ നിന്ന് 14-ലേക്ക് കുറഞ്ഞു, അതിപ്പോൾ 9-ലേക്ക് എത്തി. ദേശീയ പാർട്ടിയാകാൻ വാജ്പേയി സഹായിച്ചതുകൊണ്ട് മാത്രം നിൽക്കേണ്ട ഗതികേടിലെത്തി. ഈ കൗണ്ട് ഡൗൺ തുടങ്ങി ഇപ്പോൾ അവസാനം ഇപ്പോഴും അത് തന്നെ. ഈ കാര്യത്തിൽ ആത്മഹത്യ ചെയ്യാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്, ആത്മഹത്യ ചെയ്തോളൂ. ഒരു പ്രതിപക്ഷ കക്ഷിയാണ്, 2-3 പ്രതിപക്ഷ കക്ഷി ഇന്ത്യ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ജനാധിപത്യവാദിയായതുകൊണ്ട് ഞാൻ പറയുകയാണ്. BJP ഞാൻ ചോദിച്ചത് ഇപ്പോൾ തൃണമൂൽ തമിഴ് അവിടുത്തെ കാര്യം എടുക്കാം. ഇതുവരെ ഞങ്ങൾക്കൊരു MLA ഇല്ലായിരുന്ന സംസ്ഥാനമാണ്. ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു MLA സ്ഥാനം കിട്ടിയെന്ന് മാത്രമല്ല, 3 സ്ഥലങ്ങളിൽ CPM ഒക്കെ 3-ാം സ്ഥാനത്തേക്കും 4-ാം സ്ഥാനത്തേക്കും പോയിട്ട് ഞങ്ങൾ 2 സ്ഥലങ്ങളിൽ 2-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. ത്രിപുരയിൽ ഇന്നലെ അത് ആവർത്തിച്ചു. ത്രിപുരയിൽ ഞങ്ങൾക്ക് എന്താ ഉണ്ടായിരുന്നത്? 4-ാം സ്ഥാനത്തും 5-ാം സ്ഥാനത്തും ശ്രീ PS ശ്രീധരൻപിള്ള, കേരളത്തിലെ സ്ഥിതി എന്താ? ഈ വരാൻ പോകുന്ന 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് എടുക്കുക. നിങ്ങൾക്ക് ദില്ലി കിട്ടിയില്ല, 60 സീറ്റിൽ 57 സീറ്റും അടിച്ചുകൊണ്ടുപോയി ആം ആദ്മി പാർട്ടി. ബീഹാറിൽ 3-2 ഭൂരിപക്ഷത്തിലേക്ക് പോയി JDU. ശ്രീ PS ശ്രീധരൻപിള്ള, ഇനി വരാൻ പോകുന്ന 5 സംസ്ഥാനങ്ങൾ, ഈ 5 സംസ്ഥാനങ്ങൾ എടുക്കൂ. ബംഗാളിൽ വലിയ സാന്നിധ്യമില്ല. അവിടെയാണെങ്കിൽ ഇടതുമുന്നണി കോൺഗ്രസുമായി കൂടി കൂട്ടുചേരുകയാണെങ്കിൽ നേരിട്ടുള്ള പോരാട്ടമായിരിക്കും തൃണമൂൽ കോൺഗ്രസുമായി. തമിഴ്നാട്ടിൽ നിങ്ങൾ ഏതാണ്ട് അപ്രധാന കക്ഷിയാണ്, പോണ്ടിച്ചേരിയിലില്ല, അതുപോലെ അസമിലില്ല. അങ്ങനെ വരാനിരിക്കുന്ന 5 നിയമസഭകളിലും യഥാർത്ഥത്തിൽ BJPയുടെ സാന്നിധ്യം 0-ആണ്. അതേസമയം കോൺഗ്രസ് അസമിൽ വലിയ ശക്തിയോടുകൂടി ഇപ്പോഴും നിൽക്കുന്നു. കേരളത്തിൽ പ്രധാന പ്രതിപക്ഷമായോ അല്ലെങ്കിൽ പ്രധാന ഭരണപക്ഷമായോ തുടരാനുള്ള സാധ്യത നിലനിൽക്കുന്നു. പശ്ചിമ ബംഗാളിൽ ഇടതുമുന്നണിയുമായി ചേർന്ന് ഭരണം പിടിക്കാനുള്ള സാധ്യത, അവിടെയാണ് ഞാൻ പറഞ്ഞത്. പോണ്ടിച്ചേരിയിൽ അവർ നേരത്തെ അധികാരത്തിലിരുന്ന കക്ഷിയാണ്. ഒരുപക്ഷെ DMK-യുമായുള്ള സഖ്യത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. തമിഴ്നാട്ടിൽ DMK-യുമായി സഖ്യം ചേർന്ന് വീണ്ടും അധികാരം പിടിക്കാനുള്ള ശ്രമം നടക്കുന്നു. അപ്പോൾ ദേശീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ കോൺഗ്രസ്സിന് വലിയ സാന്നിധ്യമുണ്ട്, BJPക്ക് ഒരിടത്തും സാന്നിധ്യമില്ലാത്ത അവസ്ഥയുമുണ്ട്. നിങ്ങളെല്ലാം ഇത് പറഞ്ഞവർക്കുള്ള ഉത്തരമാണ് മിനിഞ്ഞാന്നത്തെ റിസൾട്ടിലൂടെ വന്നിട്ടുള്ളത്. 5 സംസ്ഥാനങ്ങളിൽ ശക്തമായി ഞങ്ങൾ മുന്നോട്ട് വരികയും മറ്റുള്ളവരുടെ സീറ്റുകൾ പിടിച്ചിടുകയും കർണാടകത്തിൽ ഉൾപ്പെടെ ഉത്തർപ്രദേശ് ഉൾപ്പെടെ മറ്റുള്ളവരുടെ സീറ്റ് പിടിച്ചെടുത്തുകൊണ്ട് ഞങ്ങൾ മുന്നേറുകയാണ്. അതുകൊണ്ട് ആ കാര്യം അവിടെ നിൽക്കട്ടെ. ഈ 5 സംസ്ഥാനം നിങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ അവിടെ പ്രബലമല്ലാന്നും താങ്കൾ പറയുന്നു. അപ്പോൾ പ്രബലമല്ലാത്ത ഞങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിനോട് കൂട്ടുകൂടുക എന്ന് പറഞ്ഞാൽ എന്ത് ന്യായീകരണമാണ്? പ്രസക്തി നഷ്ടപ്പെട്ട് ആ തൃണമൂലല്ലോ BJPനും കൂടെ ആണല്ലോ പറഞ്ഞത്. BJP അപകടകരമായി വളരുകയാണ്, BJP തടയണമെന്നല്ലേ പറഞ്ഞത്. ഇവിടെയും അത് തന്നെ പറയുന്നില്ലേ, BJP ഒരു കാരണവശാലും അസംബ്ലിയിൽ എത്താൻ അനുവദിക്കില്ല. CPM സെക്രട്ടറി പ്രസ്താവിക്കുന്നു, KPC പ്രസിഡന്റ് പ്രസ്താവിക്കുന്നു. അതിനർത്ഥം എന്താ? ജനങ്ങളല്ല തീരുമാനിക്കേണ്ട, ഞങ്ങളാണ്. ഈ അവസരവാദം CPMന്റെ അണികൾക്ക് മനസ്സിലാവും, അവർ വോട്ട് ചെയ്യും. 2,68,000 വോട്ട് രാജഗോപാലിന് തിരുവനന്തപുരത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ 1,00,000 വോട്ടങ്ങൾ ഇടതുപക്ഷത്തിന് കിട്ടിയതാ. ഇവിടെ CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഹിന്ദു വോട്ട് ബാങ്കാണ്. ആ ഹിന്ദു വോട്ട് ബാങ്ക് വിചാരിക്കുകയാണ് അവിടെ CPM-ഉം കോൺഗ്രസും തമ്മിൽ സഖ്യം ചേരുകയാണ്. അതുകൊണ്ട് ഇവർ ഒരേ നയം സ്വീകരിക്കുന്നവരാണ്. അതുകൊണ്ട് ഇത്തവണ BJPയെ കേരളത്തിൽ സഹായിക്കുന്നതായിരിക്കില്ലേ ബംഗാളിലെ CPM കോൺഗ്രസ് നീക്കുപോക്ക്? ഞാൻ യാത്രയിലാണ്, എനിക്ക് ചർച്ചകളൊന്നും പൂർണ്ണമായിട്ടും കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഈ 2 ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്യുമ്പോൾ CPMന്റെ നേതാക്കന്മാർ പറയുന്നത് കേട്ടാൽ തോന്നും
ഡൽഹിയിൽ AICC സമ്മേളനം നടക്കുന്നു, അവിടെ ബംഗാളിലെ PCC CPM-ഉമായിട്ട് കൂട്ടുകൂടിച്ചോട്ടെ എന്ന് ചോദിച്ച് അപേക്ഷയുമായിട്ട് നിൽക്കുക. അങ്ങനെയല്ല, തിരിച്ചാണ്. CPM-ന്റെ PBയും CC ഒക്കെ കൂടുമ്പോ CPM-ന്റെ സംസ്ഥാന ഘടകമാണ് പശ്ചിമ ബംഗാളിൽ നിന്ന് കോൺഗ്രസുമായിട്ട് ഞങ്ങൾക്ക് കൂട്ടുകൂടിയിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് BJP-യെയും അതുപോലെ തന്നെ പ്രത്യേകിച്ച് കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ പറയുമ്പോൾ BJP-യെയും CPM-നെയും ഞങ്ങള് വർഗീയ ഫാസിസവും അതുപോലെ തന്നെ രാഷ്ട്രീയ ഫാസിസവും നടത്തുന്ന അക്രമ സംഘടനകളായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഒരു സംശയം പിന്നെ എന്തിനാണ് അവിടെ കോൺഗ്രസുമായി കൂട്ടുകൂടാൻ CPM-മായി കൂട്ടുകൂടാൻ പോകുന്നത്? അല്ല, കൂട്ടുകൂടാൻ പോകുന്നു ഞങ്ങളുടെ ആവശ്യമല്ല നികേഷ്. അല്ല, ആയിക്കോട്ടെ. ഇനിയിപ്പോ CPM ആഗ്രഹിച്ചാൽ തന്നെയും എന്തിനാണ് കോൺഗ്രസ് അതിന് വഴങ്ങിക്കൊടുക്കുന്നത്? അല്ല, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള പരാജയം, ഞങ്ങൾക്ക് വന്നിട്ടുള്ള ചില പിഴവുകൾ, അതൊക്കെ പരിഹരിച്ചുകൊണ്ട് നമ്മൾ സാധാരണ ഫിനിക്സ് പക്ഷിയെ പോലെ ചാരത്തിൽ നിന്ന് കടന്നു എന്തിനാണ് ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ ഈ ഫിനിക്സ് പക്ഷിയൊക്കെ അപമാനിക്കുന്നത്? വർത്തമാനകാല രാഷ്ട്രീയം ഇന്ത്യയിലെ കോൺഗ്രസിനൊപ്പമാണ്. അതുകൊണ്ടാണ് CPM-നകത്ത് ഇന്ന് പലതരത്തിൽ കോൺഗ്രസിനൊപ്പം നിൽക്കാനുള്ള മുറവിളികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തുടരുക. ശ്രീ ആനന്ദലോട്ട് ആനന്ദൻ, ഷാനിമോൾ ഉസ്മാന്റെ പരാമർശത്തിൽ ഒരുപക്ഷെ ഫിനിക്സ് പക്ഷി അപകീർത്തി കേസ് കൊടുക്കാൻ സാധ്യതയുണ്ട്. കാരണം കോൺഗ്രസ് താരതമ്യം ചെയ്യപ്പെടാൻ ഫിനിക്സ് പക്ഷി ആഗ്രഹിക്കുമോ എന്നെനിക്കറിയില്ല. പക്ഷെ ഇത് നിങ്ങളുടെ തലയിൽ വെക്കുക എന്നുള്ളതായിരിക്കും കോൺഗ്രസ് ഇവിടെ നിർവഹിക്കുന്ന ദൗത്യം. നല്ല ഫസ്റ്റ് പാർട്ടിയാണ്, കൂട്ടുകൂടാൻ പറ്റിയ പാർട്ടി കോൺഗ്രസ്. ആ കോൺഗ്രസ് അല്ലേ ഇപ്പോൾ ഈ BJP അധികാരത്തിൽ കൊണ്ടുവന്നത്. ഇവരുടെ ഈ കൊള്ളരുതാത്ത ഭരണത്തിൻ്റെ ഫലമായിട്ടാണല്ലോ BJP അധികാരത്തിൽ വന്നത്. ഇനിയിപ്പോൾ BJP-യുടെ ശ്രീധരൻപിള്ളയുടെ അവകാശവാദം എന്താ? ഞങ്ങളിങ്ങനെ അടിവെച്ച് വളർന്നിങ്ങനെ ഇപ്പോൾ ഇന്ത്യയുടെ ഭരണത്തിലെത്തിയിരിക്കുന്നതാണ്. എത്ര കാലം നിങ്ങളെക്കാൾ ഇപ്പം ഞാനെന്ന് പറഞ്ഞോട്ടെ എത്ര കാലം കോൺഗ്രസ് ഇവിടെ ഭരിച്ചിട്ടാ? കോൺഗ്രസിൻ്റെ കിടപ്പ് എവിടെ? നിങ്ങളിപ്പോൾ വന്നാൽ നിങ്ങൾ അതിനേക്കാൾ താഴ്ന്ന കിടപ്പിലേക്കാണ് പോകാൻ പോണത്. നിങ്ങളുടെ അതേ നയം കോൺഗ്രസ് തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ്. ലോകം മുഴുവൻ കോൺഗ്രസിന്റെ ഉള്ളിൽ നിന്ന് ഗർഭപാത്രത്തിൽ നിന്ന് ഉയർന്നു വന്ന ഭ്രൂണം യഥാർത്ഥത്തിൽ തൃണമൂൽ കോൺഗ്രസ്. നിങ്ങളെ 34 വർഷത്തെ ജീർണതയെ പൊളിച്ചത് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ വയറ്റിൽ നിന്ന് വന്ന തൃണമൂൽ കോൺഗ്രസ് എന്ന ആ കുഞ്ഞാണ്. അതുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിനെയും രണ്ടായി കണ്ടോളൂ സാങ്കേതികമായി. പക്ഷേ യഥാർത്ഥത്തിൽ അത് രണ്ടും ചേർന്നതാണ് കോൺഗ്രസ്. നയം നടപ്പാക്കുന്നവർ തന്നെ അവരും ഒരേ നയം നടപ്പാക്കുന്ന. ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ, ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞതിനേക്കാളേറെ പ്രധാനമാണ് ശ്രീധരൻപിള്ള പറഞ്ഞത്. അദ്ദേഹം പറയാണ് BJP ഇങ്ങനെ വളർന്ന് പന്തലിച്ച് ആകാശം മുട്ട ഇനി ലോകമുള്ള കാലം മുഴുവൻ ഇന്ത്യ രാജ്യം ഭരിക്കാൻ പോകണമെന്നാണ്. ഇന്ത്യ രാജ്യം ഭരിക്കുന്ന നിങ്ങളുടെ ഈ ടേം പൂർത്തി ഇപ്പോൾ 20 മാസം കഴിഞ്ഞു, ഇനി 40 മാസമേ ഉള്ളൂ. 20 മാസത്തിനിടയിൽ നിങ്ങൾ പറഞ്ഞ ഒരൊറ്റ കാര്യം നടപ്പായിട്ടില്ലെന്ന് മാത്രമല്ല, ലോകം മുഴുവൻ ഉത്കണ്ഠപ്പെടുകയാണ്. ഇന്ത്യക്ക് എന്ത് സംഭവിച്ചു? എന്താ ഡൽഹിയിൽ നടക്കുന്നത്? ജി ദേവരാജൻ, എന്താണ് ഇനി അടുത്ത നടപടി? ഇന്നിപ്പോ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞത് ഇടതു മുന്നണിയോടുകൂടി കൂടിയാലോചന നടത്തി CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മേൽ നടപടികൾ ആലോചിക്കുമെന്നാണ്. അതായത് സീറ്റ് വിഭജനം അടക്കമുള്ള വിഷയങ്ങളിൽ തീരുമാനമാകുന്നതിന് വേണ്ടി ഉള്ള കൂടിയാലോചനകൾക്കാണ് ഇടത് കക്ഷികളെ സമീപിക്കുക. പ്രായോഗികമായി ഒട്ടേറെ കടമ്പകൾ കടക്കേണ്ടതില്ലേ? ഉദാഹരണത്തിന് കോൺഗ്രസ് ജയിച്ച പല സീറ്റുകളും ഇപ്പോൾ CPM-ന് ഒരുപക്ഷെ വിജയസാധ്യതയുള്ള സീറ്റുകളായിരിക്കും. അവർ സിറ്റിംഗ് സീറ്റുകൾ വിട്ടു നൽകാനിടയില്ലല്ലോ. കഴിഞ്ഞ തവണ തൃണമൂൽ കോൺഗ്രസിനോടൊപ്പം ജയിച്ചതുകൊണ്ട് കുറേയധികം സീറ്റുകളിൽ, അവരുടെ ശക്തിക്കപ്പുറത്തുള്ള സീറ്റുകളിൽ കോൺഗ്രസിന് ജയിക്കാനായിട്ടുണ്ട്. ആ സീറ്റുകളെല്ലാം തന്നെയും കോൺഗ്രസ് ചോദിക്കും. അതൊക്കെ തന്നെയും വലിയ കടമ്പകളല്ലേ? ആ കടമ്പകളെ അത്ര കണ്ട് വിശാല മനസ്കരോടുകൂടി നിങ്ങൾക്ക് നേരിടാൻ കഴിയും എന്ന് വിചാരിക്കുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ ഇത് അന്തിമമാണ് എന്ന് പറഞ്ഞ് ഈ ചർച്ച അവസാനിപ്പിക്കുന്നത് തന്നെ ബുദ്ധിമോശമായിരിക്കും. അല്ല, നമുക്കിത് പറയാൻ കഴിയില്ല ഇപ്പോഴും. കാരണം ഈ പറഞ്ഞ ചില കീറാമുട്ടികൾ ഇപ്പോഴും ഇടതു മുന്നണിയുടെ ഭാഗത്തുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത തന്നെയാണ്. ഈ ചർച്ചകൾ ആരംഭിച്ചപ്പോൾ തന്നെ ഫോർവേഡ് ബ്ലോക്കിലും അതുപോലെ തന്നെ മറ്റിടതു പാർട്ടികളിലും ഇത്തരം ചർച്ചകളും ഉയർന്നു വന്നിരുന്നു. ഞാൻ അതിന് മറുപടി പറയുന്നതിന് മുമ്പ് ഒരു മിനിറ്റ് എനിക്ക് തരിക. അതായത് ശ്രീ ബഹുമാന്യനായ PS ശ്രീധരൻപിള്ളയും അതുപോലെ തന്നെ ശ്രീമതി ഷാനിമോൾ ഉസ്മാനും പറഞ്ഞ വസ്തുതാപരമായ ചില പിശകുകളുണ്ട്. അത് ചൂണ്ടിക്കാണിക്കേണ്ടത് ആവശ്യമാണ്. ഒന്ന്,
ഈ പറഞ്ഞ രീതിയിൽ പ്രാദേശികമായ ഏതെങ്കിലും തലത്തിൽ നീക്കുപോക്കുകൾ ഉണ്ടാക്കുന്നത് BJPയെ തടയുവാൻ വേണ്ടിയിട്ടല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. കാരണം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJPക്ക് പശ്ചിമ ബംഗാളിൽ ഒരു മേൽക്കൈ ഉണ്ടായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോഴവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ BJPയുടെ ഒരു നിയമസഭാ സ്ഥാനാർത്ഥി ജയിച്ചു എന്നുള്ളത് ആദ്യമല്ല. ഇതിനു മുമ്പ് പശ്ചിമ ബംഗാളിൽ MP മാരുണ്ടായിരുന്ന പാർട്ടിയാണ് BJP. കേന്ദ്രമന്ത്രിമാരും ഉണ്ടായി, തഥാഗത റോയിയും ഒക്കെ അവിടുന്ന് മന്ത്രിമാരായിട്ടുള്ള പാർട്ടിയാണ്. ഇപ്പോഴും പശ്ചിമ ബംഗാളിൽ നിന്ന് MP മന്ത്രിയാണ് അവിടെ. ബാബുൽ സുപ്രിയോ എന്ന് പറയുന്ന മന്ത്രി BJPയുടെ MP ആണ് പശ്ചിമ ബംഗാളിൽ നിന്ന്. അതുകൊണ്ട് അങ്ങനെ ഇതിനു മുമ്പും BJPക്ക് MP മാരും MLA മാരും ഉണ്ടായിട്ടുണ്ട്. ഒരു MLA ഇതിനു മുമ്പ് ജയിച്ചിട്ടുമുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പല സഖ്യങ്ങളിൽ കൂട്ടുചേർന്നുകൊണ്ട് ജയിക്കുകയും തോൽക്കുകയും ചെയ്തിട്ടുള്ള പാർട്ടി തന്നെയാണ് BJP. അതല്ല എന്നുള്ളത് ശരിയല്ല. രണ്ട്, ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള BJPയുടെ നില എന്ന് പറയുന്നത് BJPയുടെ പഴയ അവസ്ഥയിലാണ്. അതായത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 17% വോട്ട് കിട്ടിയ BJP തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വീണ്ടും അവരുടെ പഴയ വോട്ട് ശതമാനമായ 6%, 7% മാറിയിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു വലിയ ഘടകമായി കാണുന്നില്ല എന്ന് മാത്രമല്ല, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ BJPയിലേക്കൊരു വലിയ ഒഴുക്കുണ്ടായിരുന്നു. ആ ഒഴുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ എഴുത്തുകാരൊക്കെ അങ്ങോട്ട് പോയി, സിനിമാ താരങ്ങൾ ഉൾപ്പെടെ പോയിരുന്നു. അതൊക്കെ ഇപ്പൊ തിരിച്ചു വരാൻ തുടങ്ങിയിരിക്കുന്നുള്ളതാണ് ബംഗാളിൽ നിന്ന് നമുക്കുള്ള വാർത്തകൾ. അത് ഒന്നാമത്തെ വസ്തുതാപരമായ പിശക്. രണ്ട്, ശ്രീമതി ഷാനിമോൾ ഉസ്മാനോട് സൂചിപ്പിച്ചു CPM ആണ് ഞങ്ങളുമായി കൂട്ടുചേരൂ എന്ന് പറഞ്ഞ് കോൺഗ്രസിന് പിറകെ പോയത് എന്ന്. തെറ്റാണത്. കാരണം കോൺഗ്രസിന്റെ PCC പ്രസിഡന്റ് ശ്രീ അധീർ രഞ്ജൻ ചൗധരിയാണ് ആദ്യമായി ഇടതുപക്ഷവും കോൺഗ്രസും കൂടി ഒന്നിച്ചാൽ പോലും നമുക്ക് മമതാ ബാനർജിയെ അധികാരത്തിൽ പുറത്താക്കേണ്ടി വരും, അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കുകയും അതിനുശേഷം PCCയുടെ ഒരു ജനറൽ സെക്രട്ടറി ഓംപ്രകാശ് മിശ്രയാണ് ഇടതു പാർട്ടികൾക്കൊക്കെ കത്ത് നൽകിക്കൊണ്ട് ഇങ്ങനെ ഒരു സഖ്യമുണ്ടായാലുള്ള സാധ്യതയെപ്പറ്റി ഇടതു പാർട്ടികൾ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചതും. അതുകൊണ്ട് ചർച്ച തുടങ്ങി വെച്ചത് ഇടതുപക്ഷമല്ല, കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസിന് അവിടെ ജീവവായു കിട്ടേണ്ടത് ആവശ്യമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി നികേഷ് ചോദിച്ച ചോദ്യം, നിശ്ചയമായിട്ടും ചില പ്രശ്നങ്ങളുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇപ്പം ഫോർവേഡ് ബ്ലോക്കിന് തന്നെ ഏതാണ്ട് 6ഓളം സീറ്റുകൾ ഞങ്ങൾ കണക്കെടുത്തു. ഏതാണ്ട് 6ഓളം സീറ്റുകളിൽ ഇപ്പോൾ നിലവിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇതംപ്രദമായി ജയിച്ചതാണ്, അവരല്ല ജയിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഫോർവേഡ് ബ്ലോക്ക് തന്നെ ഇടതുമുന്നണിയുടെ ഭാഗമായി ജയിച്ചുകൊണ്ടിരുന്ന സീറ്റുകളാണ്. ആ സീറ്റിൽ സിറ്റിംഗ് MLA മാരെന്ന നിലയിൽ കോൺഗ്രസ് വാദം ഉന്നയിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇത് ഫോർവേഡ് ബ്ലോക്കിന് 6 സീറ്റുകളാണ് പ്രധാനമെങ്കിൽ ഇപ്പൊ നിലവിൽ ഫോർവേഡ് ബ്ലോക്ക് പശ്ചിമ ബംഗാൾ 12 MLA മാരാണുള്ളത്. അതിൽ ഈ 6 സീറ്റുകൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം തോറ്റ സീറ്റുകളാണ്. ഇതുപോലെ തന്നെ CPM-ന് ഇതിനേക്കാൾ ഒട്ടനവധി സീറ്റുകളുണ്ട്. അതേപോലെ തന്നെ CPI-ക്കും RSPക്കും ചില സീറ്റുകളുണ്ട്. ഈ സീറ്റുകളിലൊക്കെ എന്ത് വേണമെന്നുള്ള കാര്യത്തിൽ കോൺഗ്രസുമായി ധാരണയുണ്ടാകണം. രണ്ട്, കോൺഗ്രസ് ആവശ്യപ്പെടാൻ പോകുന്ന സീറ്റുകളുടെ എണ്ണം അതൊരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇപ്പോൾ തന്നെ പല നേതാക്കന്മാരും 100 സീറ്റുകൾ, 102 സീറ്റുകൾ, 120 സീറ്റുകൾ വരെ ചോദിക്കണം, ആവശ്യപ്പെടണം എന്നൊക്കെയുള്ള ചർച്ചകൾ അവിടെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങൾ. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എത്രത്തോളം സീറ്റുകൾ വിട്ടുകൊടുക്കുന്നതിനെ സംബന്ധിച്ച് ഇടതു മുന്നണിക്ക് എത്രത്തോളം അവിടെ സാധ്യമാവും, അത്തരത്തിലുള്ള ചർച്ചകൾ ഏതറ്റം വരെ കൊണ്ടുപോകാൻ കഴിയും, ഇതൊക്കെ നിശ്ചയമായിട്ടും ഇടതു മുന്നണിക്ക് മുമ്പിലുള്ള കീറാമുട്ടികളാണ്. അവസാനമായ ഒരു ചോദ്യം കൂടി എനിക്ക് PS ശ്രീധരൻപിള്ളയിലേക്ക് പോകേണ്ടതുണ്ട്. വളരെ ചുരുക്കി മറുപടി പറയണം. ശ്രീ ജി ദേവരാജൻ, ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി LF-ന്റെ? അത് സംബന്ധിച്ച് തീരുമാനമായിട്ടുണ്ടാകില്ല. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഒരുപക്ഷെ അക്കാര്യത്തിലൊരു ഏകദേശ ധാരണയെ ഉണ്ടാകൂ. തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രഖ്യാപിക്കില്ല, ഇതൊക്കെ അറിയാം. എങ്കിൽ പോലും സ്വാഭാവികമായുമുള്ള ചില വിലയിരുത്തലുകൾ ഉണ്ടാവുമല്ലോ, ചിലരെ പ്രൊജക്റ്റ് ചെയ്യുമല്ലോ. മുഹമ്മദ് സലീം അടക്കമുള്ളവരുടെ പേരുകൾ കേൾക്കുന്നു. എന്തിന് മറ്റു പല പേരുകളുമുണ്ട്, ഞാൻ അവരുടെ പേരുകൾ പറയുന്നില്ല. പക്ഷേ അതിനുള്ള സാധ്യത വളരെ ഹൈപ്പോത്തിക്കേറ്റഡ് ആണ് ചോദ്യം. കാരണം വളരെ ഹൈപ്പോത്തിക്കേറ്റഡ് ആണ് ചോദ്യം. കാരണം ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവിടെ എല്ലാ കാലഘട്ടത്തിലും ഇടതുമുന്നണി മത്സരിച്ചതിന് ശേഷം ഇടതുമുന്നണിയുടെ ഘടകകക്ഷികളും അതുപോലെ തന്നെ ജയിക്കുന്ന MLA-മാരും കൂടെ ചേർന്നിട്ടാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാറുള്ളതും അതുപോലെ ആ അർത്ഥത്തിലാണ് മന്ത്രിമാരും മുഖ്യമന്ത്രിയൊക്കെ ഉണ്ടാകാറുള്ളത്. പക്ഷെ ഇതൊരു സവിശേഷമായ സാഹചര്യം ഇപ്പോൾ പശ്ചിമ ബംഗാൾ ഉള്ളത്. നേരത്തെയൊക്കെ ഒന്നുകിൽ ജ്യോതി ബസു തന്നെയായിരുന്നു, അല്ലെങ്കിൽ ബുദ്ധദേവ് ഭട്ടാചാര്യ തന്നെയായിരുന്നു. അതിനപ്പുറം വേറൊരു ചർച്ചയ്ക്ക് ആവശ്യമുണ്ടായിരുന്നില്ല. പക്ഷെ ഇതുവരെ ഇടതുമുന്നണിക്കകത്തോ CPM-നകത്തോ അപ്രകാരം ഒരു ചർച്ച നടന്നതായി എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ വളരെ ഹൈപ്പോത്തിക്കേറ്റഡ് ആണ് ഈ ചോദ്യം. അത് വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സാഹചര്യത്തിൽ പോലും വന്നേക്കാവുന്ന ഒരു ചോദ്യം മാത്രമായിട്ടാണ് എനിക്കിതിനെ കാണാൻ. മുഹമ്മദ് സലീമിനെയോ അല്ലെങ്കിൽ ബൃന്ദ കാരാട്ടിനെയോ അങ്ങനെ രണ്ടുപേരെ ഉയർത്തി കാണിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഇടതുമുന്നണിയിൽ തന്നെ ചില തൽപര കക്ഷികൾക്കുണ്ടോ?
അല്ല, സഖാവ് മുഹമ്മദ് സലീമിന്റെ പേര് ഞാൻ അവിടെ പല സഖാക്കളും പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. എന്നാൽ അതേസമയം അവിടുത്തെ പ്രതിപക്ഷ നേതാവിന്റെ പേര് ഡോക്ടർ സൂര്യകാന്ത് മിശ്ര, അദ്ദേഹമാണ് ഇപ്പോൾ ഇടതുമുന്നണിയെ മൊത്തത്തിൽ സജീവമായി ചലിപ്പിച്ച് നിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നേതാവ്. അദ്ദേഹവും പരിണതപ്രജ്ഞനായ ഭരണാധികാരി കൂടിയാണ്. കഴിഞ്ഞ മന്ത്രിസഭയിൽ ആരോഗ്യവകുപ്പ് മന്ത്രി, പഞ്ചായത്ത് വകുപ്പ് മന്ത്രി ഒക്കെ ആയിരുന്ന പരിണതപ്രജ്ഞനായ സഖാവ് തന്നെയാണ് ഡോക്ടർ സൂര്യകാന്ത് മിശ്ര. അദ്ദേഹത്തിന്റെ പേരും ചർച്ചയിൽ വരുന്നുണ്ട് എന്നുള്ളതല്ല. അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് ഇതുവരെ കോൺഗ്രസുമായി സഖ്യം ചേരാൻ കഴിയുമോ ഇല്ലയോ, അല്ലെങ്കിൽ വളരെ ചെറിയ സാന്നിധ്യമുള്ള സംസ്ഥാനങ്ങളിൽ കൊടികൾ കൂട്ടിവെച്ചൊക്കെ ആയിരുന്നു ഈ സഖ്യമോ അല്ലെങ്കിൽ ഈ നീക്കുപോക്കോ മുന്നോട്ട് പോയിട്ടുള്ളതെങ്കിൽ CPM-ന് ഏറ്റവും കൂടുതൽ മേധാവിത്വമുള്ള ഇന്ത്യയിലെ പ്രധാന സംസ്ഥാനമായ ബംഗാളിൽ തന്നെ കോൺഗ്രസുമായി നീക്കുപോക്കിനുള്ള പച്ചക്കൊടി ഇന്ന് കേന്ദ്ര കമ്മിറ്റി വീശിയിരിക്കുന്നു. ഉളുപ്പ് മാറി. ഇനി ഉളുപ്പ് മാറിയാൽ പിന്നെ അറിയാമല്ലോ നമ്മുടെ നാട്ടിൽ പിന്നെ എന്തും നടക്കും. അത് നിങ്ങൾക്ക് വലിയ ഭീഷണിയാണ് 2019. നികേഷേ, ഒരു ജനാധിപത്യത്തിൽ ജനങ്ങളാണ് യജമാനന്മാർ. രാഷ്ട്രീയ പാർട്ടികൾ അവരോട് സത്യസന്ധമായ സമീപനം സ്വീകരിക്കണം. ഇപ്പോൾ ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന 2 ഇടതുപക്ഷ നേതാക്കന്മാർ, പ്രമുഖർ, ആദ്യം അദ്ദേഹം നിഷേധിച്ചു ഒരാൾ. അതിനുശേഷം ഇപ്പോഴേ ദേവരാജൻ, അദ്ദേഹമാണല്ലോ കൂടുതൽ പങ്കാളി അതിൽ. അദ്ദേഹം അനുഭവസ്ഥനാണ്, ബംഗാളിൽ നിന്ന് വരുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറയുന്നു ഇന്നത്ര സീറ്റ് കൊടുക്കാൻ പറ്റില്ല, ഇന്ന സീറ്റുകൾ ഞങ്ങൾക്ക് 12, അതിനെപ്പറ്റി പോലും ചർച്ച ചെയ്യുന്നു പറയുമ്പം പിന്നെ എന്താ ഈ മുന്നണിയും സഖ്യവും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താ? നീക്കുപോക്കും തമ്മിലുള്ള വ്യത്യാസം എന്താ? അപ്പം ജനങ്ങളെ CPM-ൻ്റെ നേതൃത്വം കബളിപ്പിക്കുന്നു. ഇത് പറയാനുള്ള ആർജവുമില്ല, പറയാൻ അതിനെപ്പറ്റി ഭയപ്പെടുന്ന ആളുകൾ ഒരു ധാരണ ഉണ്ടാക്കുന്നത് ഒന്നിനെ സംബന്ധിച്ച് എന്തിനിത് മറച്ചു വെക്കണം? ഈ മറച്ചു വെക്കുന്നവരാണോ യഥാർത്ഥത്തിൽ ജനങ്ങൾ അംഗീകരിക്കേണ്ടതായിട്ടുള്ളത്? ജനങ്ങളെ കബളിപ്പിക്കുകയല്ലേ? ഈ കബളിപ്പിക്കൽ മനസ്ഥിതിയാണ് 1957 9 സംസ്ഥാനത്ത് ജയിച്ചു, ഒറ്റക്ക് ജയിച്ചു. നെഹ്റേക്കാബാദ്, നമ്പൂതിരിപ്പാട്, ഞങ്ങളാണ് ബദലെന്ന് AKG, കോൺഗ്രസ് എന്ന ജനദ്രോഹത്തിനുള്ള ബദൽ ഇടതുപക്ഷമാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് പറഞ്ഞത് മെല്ലെ മെല്ലെ തകർത്ത് കൊണ്ടുവന്ന് ഈ അവസരവാദം, ഞങ്ങളെ വർഗീയവാദിയോ ഫാസിസ്റ്റോ എന്തോ വിളിച്ചു, ഞങ്ങൾക്ക് പറയാനുള്ള ജനങ്ങളുടെ മുമ്പിൽ തുറന്നു വെക്കും. ഞങ്ങൾ നരേന്ദ്രമോദി ഫാസിസ്റ്റാണ്, വർഗീയവാദിയാണ്, വംശഹത്യക്കാരനാണ്, മരണത്തിൻ്റെ വ്യാപാരിയാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തെ വെച്ചുകൊണ്ട് തന്നെ എല്ലാം ജനങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. ഈ വിശ്വാസം ജനങ്ങളെ കബളിപ്പിക്കുന്ന മനസ്ഥിതി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ലിക്വിഡേഷനിൽ എത്തിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ള എൻ്റെ അഭിപ്രായം. ഇടതുപക്ഷം എന്തുകൊണ്ട് ലോകസഭയിൽ 10ാം സ്ഥാനത്തേക്ക് ഇരിക്കേണ്ടവണ്ണം പിന്തള്ളപ്പെട്ടു പോയി എന്ന ആത്മാർത്ഥതയുള്ള കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകന്മാർ ചിന്തിക്കട്ടെ. ഈ നേതൃത്വത്തിന് തക്കതായ തിരിച്ചടി കേൾക്കേണ്ട ഗതികേട് ശ്രീ ആനന്ദലവട്ടം ആനന്ദൻ താങ്കൾക്കുണ്ടായിപ്പോയല്ലോ. ഇല്ല, ഇവിടെ ശ്രീധരൻപിള്ള പറയുന്ന പോലെ പറഞ്ഞ പോലെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണല്ലോ BJP. എന്താ പറഞ്ഞ ശ്രീധരൻപിള്ള? ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 3 മാസത്തിനിടയിൽ ഈ രാജ്യത്ത് 30 രൂപയ്ക്ക് പെട്രോൾ വിൽക്കും, വില നിയന്ത്രണം എടുത്തു കളയും. നടന്നോ നിങ്ങളുടെ രാജ്യത്ത്? തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണാം. എത്ര ആൾക്ക് തൊഴിലല്ലാതെ പുതിയൊരു വ്യവസായം കൊണ്ടുവരാൻ സാധിച്ചോ? ലക്ഷക്കണക്കിന് ആളുകളുടെ വ്യവസായങ്ങളെല്ലാം തകർത്തു. ഏത് കാര്യത്തിലാണ് അതെല്ലാം ഉണ്ടാകാൻ പോവാണ്. അതെല്ലാം